അപ്പൊ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നിലയും വിലയുണ്ട്. ബ്ലോഗ് എടുത്ത് പോകുമ്പോൾ എന്തായാലും ക്യാമറ എടുക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ. ഇപ്പം റേഷൻ പീടികയിലൊന്നും എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഷെമി ആ സമയത്ത് പറഞ്ഞ് വീഡിയോ എടുക്കണ്ട. കാരണം ഓളെ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു ഷെയ്മേഡ് പോലെ അവൾക്ക് തോന്നി. ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം എനിക്കും തോന്നും, ഷെമിക്കൊക്കെ തോന്നും. പക്ഷേ ഇതാണ് ഇതിൻ്റെ റിസ്ക്. അപ്പോൾ നമുക്ക് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. ഷെമി ഇങ്ങനെ പോകുമ്പോൾ ക്യാമറ ആയിട്ട് പോകുമ്പോൾ ഓലാതാ അങ്ങനെ പറഞ്ഞ് കളിയാക്കണവരുണ്ടാവും. അത് വീഡിയോട്ടാക്കി ഷെമി ചിലപ്പോൾ പറഞ്ഞത് വീഡിയോ എടുക്കണ്ട. പക്ഷേ ഇതാണ് ഇതിൻ്റെ, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ നമ്മളെ പണിയെടുക്കുക. അത്ര ആ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞാനൊക്കെ പണ്ടില്ലേ ഷെമിയെ പന്തലൊക്കെ കഴിക്കാനും കെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു, കാറ്ററിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മൾ അറിയാത്ത ഏരിയകളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ കാറ്ററിങ്ങിന് പോകുക, കാരണം ബൾബ് കൊടുക്കാനൊക്കെ. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവര് കണ്ടല്ലോ ഒരു സാധനം ഉണ്ടാവും. ശരിക്കും പറയാൻ ആ ഒരു സാധനം ഉണ്ടാവരുത്. ഇപ്പം നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നിലയും വിലയുണ്ട്. അത് മനസ്സിലാക്കുക. കളിയാക്കണോല് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ജോലി ചെയ്യാൻ, അതായത് ഹലാലായിട്ടുള്ള എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിരുന്നാലും നമ്മൾ സീൻ ഉണ്ടാവരുത്. നമ്മൾ ആരെയും എന്താ പറയുക, പറ്റിക്കാനോ വെട്ടിക്കാനോ കക്കാനോ ഒന്നും അല്ലല്ലോ പോണേ. നമ്മൾ ജോലി എടുക്കുക. അത് ഇതായാലും നമ്മളല്ലാതെ കൂലിപ്പണി ആയാലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള നിലവാരമുണ്ടെന്ന് മനസ്സിലാക്കിയ ഷെമി. അപ്പോൾ ഷെയ്മേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ഒന്നിനും അങ്ങനെ മാറ്റി നിർത്തുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തിനും ഷെയ്മേഡാണ് അല്ലേ? എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റും ഷെയ്മേഡ് നോക്കിക്കഴിഞ്ഞാൽ. അതല്ല, പൈസ ഉണ്ടാക്കുക, അതന്നെ. ബാക്കിയൊക്കെ അങ്ങ് റെഡി ആയിക്കോളൂ.